ഉണ്ടാക്കിയപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് പറയും, ഇവിടെ വന്ന് പ്രസംഗിച്ച വിദ്വാൻ ഉടനെ തന്നെ ഒരു പോസ്റ്റ് ഇട്ടു, അത് ഉമ്മൻചാണ്ടി ആകാശത്തുനിന്ന് നോക്കി കാണുന്നുണ്ട്. ഉമ്മൻചാണ്ടി ആകാശത്ത് നോക്കി കാണുന്നുണ്ട് പോലും. പ്രിയപ്പെട്ടവരെ, ഈ പോർട്ടുമായി ബന്ധപ്പെട്ട പ്രവർത്തനം മുഖ്യമന്ത്രിയുടെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഓരോ ഇഞ്ചും നോക്കിക്കണ്ട, വ്യക്തിപരമായി നോക്കിക്കണ്ട ഒരു മനുഷ്യനാണ് ഞാൻ. ഉമ്മൻചാണ്ടിയുടെ സമയത്ത് ശരിയാണ്, ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ആരുമായിട്ട്, അദാനിയായിട്ട് കരാർ. അന്ന് നമ്മൾ എല്ലാവരും സമരം നടത്തിയിട്ടുണ്ട്, ഇത് അദാനിക്ക് കൊടുക്കരുത്, ഇത് നമ്മളെ കിയാൽ മാതൃകയിൽ, നമ്മുടെ കണ്ണൂർ എയർപോർട്ട് മാതൃകയിൽ, കൊച്ചിൻ എയർപോർട്ട് മാതൃകയിൽ പൊതുമേഖലയിലുള്ള സ്ഥാപനമാക്കണം, അതാണ് നമ്മൾ ആവശ്യം. അതുകൊണ്ട് പറഞ്ഞു അദാനിക്ക് കൊടുക്കരുത്. പക്ഷെ നമ്മൾ പറഞ്ഞു കേട്ടില്ല, നേരെ അദാനിക്ക് എഴുതി കൊടുത്തു. എഴുതി കൊടുത്തിട്ട് അങ്ങ് പോയി. ഞങ്ങൾ അധികാരത്തിൽ വന്ന് നോക്കുമ്പോഴത്തേക്ക് കാണുന്ന എന്താണെന്നറിയോ, ഒരു കരാർ വെച്ചിട്ടുണ്ട്. സാധാരണ ഒരു പണി തുടങ്ങണമെങ്കിൽ ഇവിടെ ജനപ്രതിനിധികളും ആളുകളൊക്കെ ഇല്ലേ, ഒരു പണി തുടങ്ങണമെങ്കിൽ അതിനൊരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണ്ടേ, ഏസ് വേണ്ടേ. വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഞങ്ങൾ ആദ്യം നോക്കി ഇത് റദ്ദ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന്. അപ്പൊ നിയമ വിദഗ്ധർ പറഞ്ഞു റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അദാനി കേസിന് പോകും. കേസിന് പോയാൽ പിന്നെ ഈ സാധനം വരൂല, ഇപ്പൊ ഒരുപാട് കാലം കഴിയും, അത് നഷ്ടാണ്. അതുകൊണ്ട് കേസിന് പോകണ്ട. അങ്ങനെ കേസിന് പോയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ കരാറുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. എന്നിട്ട് നോക്കുമ്പോഴത്തെ അതിനൊരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ പോലും ഇല്ല. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഇല്ല. പിന്നെ ഒരു വർക്ക് ഓർഡർ ഉണ്ടെങ്കിൽ വർക്ക് ഓർഡർ കൊടുക്കണം, വർക്ക് ഓർഡർ ഇല്ല. ഈ ഏസ് കൊടുത്തതും വർക്ക് ഓർഡർ കൊടുത്തതും എല്ലാം പിണറായി സർക്കാർ. ഉമ്മൻചാണ്ടി ഇത് എന്താ, അദാനിക്ക് എഴുതി കൊടുത്തു, എന്നിട്ട് അവിടെ ഒരു കല്ല് വിട്ടു. കേരളത്തിൽ പരിധി നോക്കിയാൽ ഞാൻ നിങ്ങൾക്ക് ഒരു 500 കല്ല് തരാം, അടിയിട്ട കല്ല് ഇപ്പം കല്ലായിട്ട് കിടക്കുന്നുണ്ട്. ആ കല്ലിട്ടാല് സംഭവം നടക്കൂല കേട്ടോ. വരണമെങ്കിലും ഒരു ഗവൺമെന്റ് തീരുമാനിക്കണം, ഇത് കല്ലായിട്ട് കിടക്കണോ അതിന്റെ അപ്പുറത്ത് പോകണോ. അതിന്റെ അപ്പുറത്ത് പോകണമെന്ന് സഖാവ് പിണറായി വിജയൻ തീരുമാനിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തീരുമാനിച്ചു. അങ്ങനെയാണ് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായത്. ഞാൻ ചോദിക്കട്ടെ, വിഴിഞ്ഞം പോർട്ടിന്റെ മേലെ ഇങ്ങനെ ഒരു നേതാവ് ഉയർന്നു നിൽക്കുന്നുണ്ട് എന്ന് പോസ്റ്റിട്ട ഇവിടെ വന്ന് പ്രസംഗിച്ച വിദ്വാനോട് ചോദിക്കുകയാണ്, ആ പോർട്ടിന് വേണ്ടി നിങ്ങൾ 1 രൂപ ചെലവഴിച്ചിരുന്നോ? നിങ്ങളുടെ കാലത്ത് 1 രൂപ ചെലവഴിച്ചോ? ആകെ ചെലവ് വന്ന തുകയിൽ 5600 കോടി രൂപ ചെലവഴിച്ചത് സഖാവ് പിണറായി വിജയൻ. 5600 കോടി വലിയ സാമ്പത്തിക പ്രയാസമായിരുന്നു. എന്നിട്ടും പോർട്ട് വരണമെന്ന് കണ്ട് 5600 കോടി ചെലവഴിച്ചു. അദാനിക്കാർ ചെലവഴിച്ചത് എത്രയാണെന്നറിയാം? അതിന് വേണ്ടിയിട്ട് 2400 കോടി. 5600 കോടി നമ്മൾ ചെലവഴിച്ചു, 2400 കോടി അദാനി ചെലവഴിച്ചു. UDFന്റെ സമയത്ത് ചെലവഴിച്ച വട്ടപൂജ്യം. പിന്നെയോ നേരെ അന്നേ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, BJPന്റെ ഒരു വിദ്വാൻ അവിടെ സ്റ്റേജിൽ കയറി മുദ്രാവാക്യം വിളിക്കുക. ഏത് സ്റ്റേജിൽ കയറി മുദ്രാവാക്യം വിളിക്കുക? BJPന്റെ പ്രസിഡന്റ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേകമായിട്ട് ക്ഷണിച്ചായി പുള്ളിയെ. പറയാൻ കാരണം എന്താ, ഇയാൾ കേന്ദ്രമന്ത്രിയാ പോലും. കേന്ദ്രമന്ത്രിയാണെങ്കിൽ നമ്മുടെ ഗോവിന്ദ മാഷ് ഇവിടെ നിന്നുള്ള മുൻ മന്ത്രിയല്ലേ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹത്തെ വിളിക്കണ്ടേ? പോട്ടെ, KPCCന്റെ അന്നത്തെ പ്രസിഡന്റ് സുധാകരൻ MP അല്ലേ, മുൻ മന്ത്രിയല്ലേ, അയാളെ വിളിക്കണ്ടേ? ഞങ്ങൾ എങ്ങനെയാ പറയുന്നേ, അയാളെയും വിളിക്കണ്ടേ? എന്താ മറ്റേ പുള്ളിനെ മാത്രം വിളിച്ചേ? എന്നിട്ട് പുള്ളിന്റെ വക നാട്ടിൽ മുഴുവൻ ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോഴത്തേക്ക് മുഴുവൻ ബോർഡ് മോഡിജി നന്ദി. എന്തിന്? വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കിയതിന് മോഡിജിക്ക് നന്ദി പോലും. പ്രിയപ്പെട്ടവരെ, വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി ഞാൻ നേരത്തെ ചെലവഴിച്ച തുകകളെ കുറിച്ച് പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാർ വിഴിഞ്ഞം പോർട്ടിന് നന്ദി ഉണ്ടാക്കിയതിന് നന്ദി എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച നരേന്ദ്രമോദി ഉണ്ടല്ലോ, കേന്ദ്ര ഗവൺമെന്റ് അല്ലോ. വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി ചെലവഴിച്ച തുക എത്രയാണെന്നറിയോ? വട്ടപൂജ്യം.